നമസ്കാരം. എം.ജി.ആറിന് ജയലളിതയിലുണ്ടായ മകളാണ് താനെന്നും അമ്മയെ ശശികല ചവിട്ടിക്കൊല്ലുന്നത് നേരിട്ട് കണ്ടുവെന്നും അവകാശപ്പെട്ട് തൃശൂർ സ്വദേശിനിയായ കെ.എം. സുനിത എന്ന യുവതി രംഗത്തെത്തിയത് തമിഴകത്തെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു. പക്ഷെ വെറുതെ പറയുകയല്ല, എല്ലാം തെളിയിക്കാൻ തയ്യാറാണ് എന്നാണ് സുനിത പറയുന്നത്. ജയലളിതയുടെ മരണത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സുനിത കത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. എം.ജി.ആറിന് ജോലിക്കാരൻ മുഖാന്തരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താൻ വളർന്നതെന്നും അവർ പറയുന്നു. തന്റെ അമ്മയായ ജയലളിത 18-ാം വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞതാണെന്നും ജീവിച്ചിരുന്നപ്പോൾ പോയി കാണാറുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. എന്നാൽ ഈ വാദങ്ങൾ പോലീസും തമിഴ്നാട് സർക്കാരിന്റെ മെഡിക്കൽ ടീമും അംഗീകരിച്ചിട്ടില്ല. കാരണം ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞു വരുന്ന 9ാമത്തെ സ്ത്രീയാണിത്. നേരത്തെയുള്ള 8 സംഭവങ്ങളും പൊളിയുകയായിരുന്നു. ബംഗളൂരു സ്വദേശിനിയായ അമൃത മഞ്ജുള എന്ന 37-കാരിയാണ് ഏറ്റവും അവസാനം ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ജയലളിത തന്റെ അമ്മയാണെന്നും ഇത് തെളിയിക്കുന്നതിനായി DNA പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ യുവതി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. DNA ടെസ്റ്റിനായി ജയലളിതയുടെ മൃതദേഹം പുറത്തെടുക്കണമെന്നുമാണ് അമൃത ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 1980 ഓഗസ്റ്റ് 14-ന് മൈലാംപൂരിലെ ജയലളിതയുടെ വീട്ടിലാണ് തന്റെ ജനനം. ജയലളിതയുടെ ആദരവിന് ഇടിവ് വരാതിരിക്കാനാണ് ഇക്കാര്യം രഹസ്യമാക്കി വെച്ചതെന്നുമാണ് അമൃത അന്ന് ഹർജിയിൽ ആരോപിച്ചത്. ഇത് വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്നു. ഇതേ അവസ്ഥയായിരുന്നു മറ്റുള്ള 7 പേർക്കും. ഇവർ എല്ലാവരും തന്നെ ജയലളിതയുമായി രൂപസാദൃശ്യമുള്ളവരായിരുന്നു. പക്ഷെ പരിശോധനയിൽ ഇവരിൽ പലർക്കും ഗുരുതരമായ മാനസിക വിഭ്രാന്തി ഉണ്ടെന്നും മനസ്സിലാക്കാനായി. പലരും വളരെ വിശ്വസനീയമായാണ് കഥ ഉണ്ടാക്കുന്നത് എന്നാണ് തമിഴ്നാട് പോലീസിനെ ഉദ്ധരിച്ച് ചലച്ചിത്ര മാസികമായ ആനന്ദ വികടൻ എഴുതുന്നത്. അവർ കഥയുണ്ടാക്കുന്നതല്ല, അവരുടെ മനസ്സ് അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നേരത്തെ തന്നെ സെലിബ്രിറ്റികളുടെ മക്കളാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്ന രീതി പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഐശ്വര്യ റായിയുടെ മുൻ ഭർത്താവാണെന്നും പറഞ്ഞ് രഹസ്യ മകനാണെന്നും പറഞ്ഞ് 2 ഫേക്ക് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നടൻ ധനുഷ് തന്റെ ഒളിച്ചോടിപ്പോയ മകനാണെന്ന് പറഞ്ഞ് ഒരു ദമ്പതികൾ നൽകിയ കേസും ചീറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ കേസിലും പോലീസ് സൂക്ഷ്മമായാണ് നീങ്ങുന്നത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജയലളിതയുടെ മകനാണ് എന്ന് പറഞ്ഞ് ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. എല്ലാം മകളാണ് എന്ന അവകാശവാദങ്ങളാണ്. ഇതിനുള്ള കാരണം സംവിധായകനും ചലച്ചിത്ര മാധ്യമ പ്രവർത്തകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. എം.ജി.ആറുമായി ജയലളിത അകന്ന സമയത്ത് തെലുങ്കു നടൻ ശോഭൻ ബാബുവുമായി അവർ അടുപ്പത്തിലായെന്നും അതിലൊരു പെൺകുട്ടി പിറന്നെന്നും കഥകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം പെൺമക്കൾ എന്ന പേരിൽ മാത്രം ആളുകൾ രംഗത്ത് വരുന്നത്. എം.ജി.ആർ ആദ്യ വിവാഹം കഴിച്ചത് തങ്കമണി എന്ന സ്ത്രീയെ ആയിരുന്നു. അവർ മരിച്ചതോടെ സത്യവതിയെ വിവാഹം ചെയ്തു. അവരും അസുഖം ബാധിച്ച് മരിച്ചതോടെ ആയിരുന്നു V.N. ജാനകിയെ വിവാഹം ചെയ്തത്. 3 വിവാഹം കഴിച്ചെങ്കിലും അതിലൊരു കുട്ടി പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അങ്ങനെയുള്ള എം.ജി.ആർ കുട്ടിയെ വേറെ ആർക്കും വളർത്താൻ കൊടുക്കില്ല, സ്വന്തമായി പൊന്നു പോലെ വളർത്തുമായിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. എം.ജി.ആറും ജയലളിതയും തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊരു കുഞ്ഞ് പിറന്നിട്ടില്ല എന്നാണ് അടുത്ത സുഹൃത്തുക്കളും പറയുന്നത്. എം.ജി.ആറിനെ കുറിച്ച് വളരെ കുറച്ച് അഭിമുഖങ്ങളിലാണ് ജയലളിത പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തും നടനുമായ സിമി ഗ്രാവലിന് നൽകിയ അഭിമുഖത്തിലാണ് എം.ജി.ആറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജയലളിത തുറന്ന മറുപടി പറഞ്ഞത്. നിങ്ങൾ എം.ജി.ആറുമായി പ്രണയത്തിലായിരുന്നോ എന്നായിരുന്നു അവതാരകയുടെ ഒരു ചോദ്യം. ഈ ചോദ്യം കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് ജയ അദ്ദേഹത്തോട് ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞത്. എം.ജി.ആറിനെ കണ്ടുമുട്ടുന്നവരെല്ലാം അദ്ദേഹത്തിന്റെ ആകർഷകരായ വ്യക്തിത്വം കാണുന്നതോടെ പ്രണയത്തിലാകുമെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് അന്ന് ജയ പറഞ്ഞിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ എം.ജി.ആർ എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ കരുതലുള്ള ആളായിരുന്നുവെന്നും അമ്മയ്ക്ക് ശേഷം എന്റെ ജീവിതത്തിൽ അവശേഷിച്ച ശൂന്യത നികത്തിയത് എം.ജി.ആർ ആണെന്നും ജയലളിത പറഞ്ഞു. പിന്നീട് എം.ജി.ആർ നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു ജയയുടെ മറുപടി. ഈ ബന്ധങ്ങളെല്ലാം അവരുടെ പൊതു സുഹൃത്തുക്കളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായ കാര്യം ആരും കേട്ടിട്ട് പോലുമില്ല.